എന്നാൽ വന്ന് നിലവിളക്കെ തൊട്ടായിരുന്നോ? അമ്പലത്തിന് മതിലിനടുത്തൂടെ എങ്ങാനും പോയായിരുന്നോ? അരവണപ്പായസം അയലൊക്കത്ത് നിന്നവൻ കഴിച്ചായിരുന്നോ? വെല്ലുപ്പനെങ്ങാനും അവിടെ എങ്ങാനും പോയി വല്ല നോക്കിയായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിനെ വെറും ഡിഫൻഡറാക്കി മാറ്റിയിരിക്കുക. ഡിഫൻഡിങ് റോളാ. സ്കോർ ചെയ്തുകൊണ്ടിരുന്നയാളാ ക്രിസ്തു. ഇപ്പം വെറും ഡിഫൻഡറാണ്. എന്നെ കേൾക്കാനിടയാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ആരും ജീവിക്കുന്നതും അധ്വാനിക്കുന്നതും നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. മക്കൾക്കും മക്കൾക്കും വേണ്ടി കൂടിയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ഒരുവിധമെങ്കിലും സാക്ഷ്യമായി ജീവിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മളുടെ മേൽ ബൈൻഡിങ് ആകുന്ന നമുക്കൊരു ധാർമ്മികമായ ചട്ടക്കൂടുണ്ടായിരുന്നു. സഭയുടെ ധാർമ്മികമായൊരു ചട്ടക്കൂടുണ്ടായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജാഗ്രത കുറവ് മൂലം സഭാ സംവിധാനങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. സഭയിൽ ശക്തമായി പ്രവാചക ധീരതയോടെ ഇടപെടുന്നതിൽ കൃത്യമായി പറഞ്ഞാൽ അൽമായ പക്ഷത്തു നിന്നുള്ളതായ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവക എൻ്റെതാണ്, ഞങ്ങളുടേതാണ് എന്ന് ഉറക്കെ പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതുമെല്ലാം വൃഥാവിലായി പോകും. കാരണം സഭയെ ഉണർത്തുന്ന ചില മുന്നേറ്റങ്ങളുണ്ട്, കരിസ്മാറ്റിക് പോലെയുള്ള മുന്നേറ്റങ്ങൾ. അത് ചില കാലഘട്ടങ്ങളിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം കനിഞ്ഞരുളി നൽകുന്നതാണ്. സ്ഥായിയായി നിലനിൽക്കേണ്ടത് പാരമ്പര്യ സഭകളാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇടവക സംവിധാനങ്ങളാണ്. അപ്പം കൃത്യമായ പാരമ്പര്യ സഭകൾ ശക്തിപ്പെടുന്നില്ല എങ്കിൽ, അത് നശിക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കുക പ്രയാസകരമായിരിക്കും. ബലഹീനരായ മനുഷ്യർക്ക് ഒരു ചട്ടക്കൂട് ആവശ്യമാണ്. ഭൗതിക രീതിയിൽ നമുക്കൊരു രാജ്യം ആവശ്യമുണ്ട്, പോലീസും പട്ടാളവും ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മീയ രീതിയിൽ നമുക്കൊരു ചട്ടക്കൂട് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പാരമ്പര്യ സഭകളുടെ സംവിധാനങ്ങൾ, ഇടവകകൾ കുറേ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്ന ഇടങ്ങളാക്കി മാറ്റുവാൻ നമ്മൾ അനുവദിക്കരുത്. മറിച്ച് അത് വരുന്ന തലമുറകളെ വാർത്തെടുക്കുവാനുള്ള ഇടങ്ങളാക്കി മാറ്റണം. പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സ്ഥലമല്ല ഇടവകകളെന്ന് ഉറക്കെ പറയുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. മറിച്ച് അവിടെ ആത്മീയ പരിശീലനമാണ് കൊടുക്കേണ്ടത്, അവിടെ ക്രിസ്തുവിനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കണം. ഓരോ മതങ്ങളെക്കുറിച്ചുമുള്ളതായ അറിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറയണം. ആധുനിക കാലഘട്ടം ഉയർന്ന വെല്ലുവിളികൾ, കൂടിത്താമസത്തിൻ്റെ LGBTQ അടക്കമുള്ളവ വിഷയങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കാനുള്ള ഇടമാണെന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ എന്തുവാ പറഞ്ഞു വരുന്നതെന്നറിയണ്ടേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ബഹുമാനപ്പെട്ട ഡാനിയൽ പൂണന്തൽ അച്ഛൻ്റെ പ്രാർത്ഥനാഹ്വാനം നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം വടക്കേണ്ടിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ബിനോയ് ജോണിൻ്റെ ആഹ്വാനം നമ്മൾ കാണുകയുണ്ടായി. കൂടാതെ ഓർത്തഡോക്സ് യാക്കോബറ്റ് സഭയിൽ നടക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയുണ്ടായി. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കങ്ങൾ ഏത് രീതിയിലാണ് ക്രിസ്തീയമല്ലാത്ത പ്രതികരണങ്ങളിലേക്ക് പോകും നമ്മൾ കണ്ടു. ക്രിസ്തീയ പീഡനങ്ങളോട് ചാണകം സംഘി എന്ന് വിളിച്ചുകൊണ്ട് വെറുപ്പിൻ്റെ പൊതുബോധം സൃഷ്ടിക്കുന്ന ക്രിസ്തീയതയില്ലായ്മ കണ്ടു മടുക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടല്ല, മറിച്ച് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഇടിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഒന്നാമത് പറയട്ടെ, ഇപ്പോൾ കേരളത്തിലെ സഭകളിലേക്ക് നോക്കുമ്പോൾ നടക്കുന്ന തർക്കങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ ഇസ്ലാം 610 ആരംഭിച്ച് 642 3 പത്രിയാർക്കീസുകളെ വിഴുങ്ങി പൂർണ്ണമായും. പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വന്നപ്പോൾ സമാധാനമുണ്ടോ? 628 മുതൽ നമുക്ക് പറയാൻ പറ്റും, 628 630 ഗസാനിഡ്സ് രാജാക്കന്മാരിൽ നിന്ന് പ്രദേശം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് കൈയടക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കോളൂ, 630 636 ജെറൂസലേം പത്രിയാർക്കീസ് വീഴുന്നു. 642 ഈജിപ്തിലെ അലക്സാണ്ട്രിയൻ പത്രിയാർക്കീസ് വീഴുന്നു. 640 ഡമാസ്കസ് അന്ത്യോക്യൻ പത്രിയാർക്കീസ് വീഴുന്നു. അതിനുശേഷം നമുക്കറിയാം 1400 കോൺസ്റ്റാന്റിനോപ്പിൾ പത്രിയാർക്കീസ് വീഴുന്നു. വീഴാതെ പിടിച്ചു നിന്നത് റോമൻ അഥവാ ഇറ്റലിയിലുള്ള റോമൻ പത്രിയാർക്കീസ് മാത്രമാണ്. ബാക്കിയെല്ലാം വീഴുകയാണ്. ഇത് വീഴാനിടയായ കാരണങ്ങളെ, ഇത് വീണവിടെ പകരം ഇസ്ലാം വന്നതിൽ എനിക്ക് വേദനയുണ്ടെന്നല്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. മറിച്ച് സമാധാനമില്ലാത്തൊരു പ്രത്യയശാസ്ത്രം, വാളെടുക്കുന്നവൻ വാളാലെ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളെ അന്വർത്ഥമാക്കുന്നൊരു പ്രത്യയശാസ്ത്രം അവിടെ വന്നു. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തമ്മിലടിക്കുന്നൊരു പ്രത്യയശാസ്ത്രം. അപ്പോൾ പാകിസ്ഥാനിൽ പ്രതിസ്ഥാനത്ത് ആരുമില്ല, ഇസ്ലാമിക രാഷ്ട്രമാണ്. അഫ്ഗാനിസ്ഥാൻ, യമൻ
ഈജിപ്ത്, സിറിയ, ലെബനോൻ ഇവിടെയൊന്നും പലരും പറയും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണെന്ന്. ഖവാരിജികൾ എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ തീവ്രവാദി സംഘം രൂപം കൊള്ളുന്നത് 649, 50, 51 കാലഘട്ടങ്ങളിലാണ്. അന്ന് അമേരിക്കയും ബ്രിട്ടനും ഒന്നും ഈ ഭൂമുഖത്തില്ല. അന്ന് തുടങ്ങിയതാ ഖവാരിജികൾ, ഖാരിജികൾ വിവിധങ്ങളായ രീതിയിൽ തന്നെ പ്രൊനൗൺസ് ചെയ്യും. അവരാരംഭിച്ചു ആദ്യത്തെ തീവ്രവാദി സംഘം. ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അന്ന് അമേരിക്കയും ബ്രിട്ടനും ഉണ്ടായിട്ടൊന്നുമല്ല അത് തുടങ്ങിയത്. ഇത് വാളെടുക്കുന്നൊരു പ്രത്യയ ശാസ്ത്രം, വാളാൽ വരുന്ന പ്രത്യയ ശാസ്ത്രം. ഇതെന്തിനെ റീപ്ലേസ് ചെയ്തു? അലക്സാണ്ട്രിയൻ പത്രിയാർക്കീസിനെയും ജെറൂസലേം പത്രിയാർക്കീസിനെയും അന്ത്യോക്യൻ പത്രിയാർക്കീസിനെയും കോൺസ്റ്റാന്റിൻ പത്രിയാർക്കീസിനെയും റീപ്ലേസ് ചെയ്ത് വിഴുങ്ങി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്റ്റോളജി, മരിയോളജി, ട്രിനിറ്റി, ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ദൈവശാസ്ത്രം, മറിയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം, ട്രിനിറ്റിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം, ഇതിൻ്റെ പേരിൽ നടന്ന തർക്കം ഇന്ന് ഓർത്തഡോക്സ് യാക്കോബൻ സഭ തമ്മിൽ നടക്കുന്നത് പോലെയും സീറോ മലബാർ സഭയിൽ നടക്കുന്നത് പോലെയുമുള്ളതായ തർക്കം, സാക്ഷ്യമില്ലായ്മ, ഇടർച്ചയുടെ കൊടിയ പാപം, വിഭാഗീയത കൊടികുത്തി ഇതിൻ്റെ ദുരന്തം. അവിടെ ഇപ്പോൾ ക്രിസ്റ്റോളജിയെക്കുറിച്ച് പറയും വളരെ വിചിത്രമാണ് വാദം. ഇന്നതെല്ലാം സഭകൾ മനസ്സിലാക്കി കഴിഞ്ഞു. പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിൽ, റോമൻ സഭയും മറ്റ് സഭയും തമ്മിൽ ഈ വിഷയങ്ങളിലെല്ലാം ഒരു സമന്വയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്രിസ്റ്റോളജിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ, ദൈവത്വവും മനുഷ്യത്വവും അതിൻ്റെ പൂർണ്ണതയിൽ സമ്മേളിച്ചിരിക്കുന്നു. മറ്റൊന്ന് പറയും ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിലും മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലും സമ്മേളിച്ചിരിക്കുന്നു. കേട്ടാൽ വല്ല വ്യത്യാസമുണ്ടോ? ഇതാണ് അടിയുടെ കാരണം. ഒന്നുകൂടി പറയാം, ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയും, ദൈവത്വവും മനുഷ്യത്വവും അതിൻ്റെ പൂർണ്ണതയിലും സമ്മേളിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിലും മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലും സമ്മേളിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ മൂലം എൻ്റെ നാമം വിജാതിയരുടെ ഇടയിൽ അവഹേളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്ന വചനത്തിൻ്റെ മുന്നറിയിപ്പ് അവിടെ പൂർത്തിയായി. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ, ഇനി ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ കുറവാണോ, സാക്ഷ്യപ്രവർത്തികളുടെ കുറവാണോ കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്നത്? ഇനി പൗരസഭാപിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുക. പൗരസ്യ സഭാപിതാക്കന്മാരോളം വിശുദ്ധിയും പ്രാർത്ഥനയും പ്രവൃത്തിയും ഉള്ളവരില്ലായിരുന്നു. ഏറ്റവും പഴക്കം ചെന്ന സന്യാസാശ്രമങ്ങൾ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സന്യാസാശ്രമങ്ങൾ ഉള്ള സ്ഥലമാണ് ജോർദാൻ, ഈജിപ്ത്, ജെറൂസലേം. ഇവിടങ്ങളെല്ലാം പ്രാർത്ഥനകൾ മാത്രമല്ല, കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ടും കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ടും പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോയ സഭാപിതാക്കന്മാരുടെ കേന്ദ്രം. പിന്നെ എന്തുകൊണ്ടത് കൈവിട്ടുപോയി? അപ്പോൾ പ്രാർത്ഥനയുടെ കുറവോ പുണ്യപ്രവൃത്തിയുടെ കുറവോ അല്ല. ഇന്ത്യയിലേക്ക് വന്നേ പല ക്രിസ്ത്യാനികളും ശത്രുവായി കാണുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഭാരതത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ വിലമതിക്കാനാവുന്നതല്ല, അത് വില കണക്കാക്കാൻ പറ്റുന്നതല്ല. ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തികളുടെ കുറവല്ല. ഇനി പ്രാർത്ഥനകളുടെയും യാതനകളുടെയും കുറവാണോ? ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം. കേരളത്തിൽ നിന്ന് ഉയരുന്ന അപേക്ഷകളും യാചനകളും ആരാധനയും സ്വീകരിക്കുവാൻ സ്വർഗത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം. സഭകളുടെ ചരിത്രത്തിൽ മൊത്തം ഉയർന്ന പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പ്രാർത്ഥന കേരളത്തിൽ നിന്ന് മാത്രം ഉയരുന്നുണ്ട്. ആരാധനകളും യാചനകളും അനുകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടയിടത്ത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ, അല്ലെങ്കിൽ സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളിൽ ആരാധനകളും യാചനകളും മാത്രം. നിങ്ങൾ എന്നെ അനുഗമിക്കുക വഴി, ഞാൻ ചെയ്തതുപോലെ ചെയ്യുക വഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും, അതുവഴി പിതാവ് മഹത്വപ്പെടുമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ അല്ല നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് അനുകരണീയമായൊരു മാതൃക നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിനെ അല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആരാധനകളും യാചനകളും കാത്തിരിക്കുന്ന ഒരുവനെ, അത് മറ്റു മതങ്ങളിലും നമുക്ക് കാണാവുന്നതേയുള്ളൂ. ആരാധനകളുടെയും യാചനകളുടെയും കേന്ദ്രമായ ഒരു ദൈവത്തെ മറ്റു മതസങ്കല്പങ്ങളിലും നമുക്ക് കാണാം. ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ക്രിസ്തു അനുകരണമാണ്. ഓരോ പ്രാർത്ഥനയുടെയും, ഓരോ ധ്യാനങ്ങളുടെയും, ഓരോ ശുശ്രൂഷകളുടെയും, ഓരോ ആരാധനകളുടെയും, ഓരോ വേദപാഠ ക്ലാസ്സുകളുടെയും ആത്യന്തികമായ ലക്ഷ്യം ആ വ്യക്തിയിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഇതിലെല്ലാം ഉപരി സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ആര് പാപം ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? ഈ എരിച്ചിലല്ലേ ഉണ്ടാകേണ്ടത്? ഈ ആത്മഭാരമല്ലേ ഉണ്ടാകേണ്ടത്?
അപ്പോൾ എന്താണ് കേരള ക്രിസ്ത്യാനികളെ, ഭാരത ക്രൈസ്തവരെ കാത്തിരിക്കുന്ന ദുരന്തത്തിന് കാരണം പ്രാർത്ഥനയുടെയോ പ്രവൃത്തിയുടെയോ കുറവല്ല. പിന്നെ എന്താണ്? എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇടർച്ചയുടെ പാപം. പൗരസ്ത്യ സഭകളിൽ കാണപ്പെട്ടതുപോലെയും കാണപ്പെട്ടുകൊണ്ടിരുന്നത് പോലെയുമുള്ള ഇടർച്ചയുടെ പാപം പാശ്ചാത്യ സഭയിലും ഒട്ടും കുറവല്ല ഇപ്പോൾ. അപ്പോൾ ഒന്നാമത്തെ ഇടർച്ചയുടെ പാപം. രണ്ട്, വചനപ്രഘോഷണം നിർത്തി വചനപ്രബോധനം ആരംഭിച്ചു. സഭയ്ക്കുള്ളിലാണ് പ്രബോധനം, വചനപ്രബോധനം. പൊതുസമൂഹത്തോട്, ധ്യാനം കൂടാൻ വരുന്നവരോട്, പൊതുസമൂഹത്തോട് കൊടുക്കേണ്ടത് വചനപ്രഘോഷണമാണ്. എന്നാൽ വചനപ്രഘോഷണത്തെ വചനപ്രബോധനം കൊണ്ട് റീപ്ലേസ് ചെയ്തു. പറയുന്ന ആൾക്കും പ്രശ്നമില്ല, കേൾക്കുന്നവർക്കും പ്രശ്നമില്ല. സ്മൂത്ത് ഗോയിങ്, നല്ല ധ്യാനഗുരുവാ, നല്ല അച്ഛൻ, അടിപൊളി പ്രസംഗമാ, അടിപൊളി ക്ലാസ്സാ. എന്നാൽ ഒരു 20 വർഷം മുമ്പുള്ള ഡിവൈൻ്റെ കയ്യിലിരുന്ന കാലഘട്ടത്തിലെ കരിസ്മാറ്റിക് കാലഘട്ടം എടുത്തു നോക്കിക്കോ. എത്ര സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് ധ്യാനം കൂടിയവർ പുറത്തു പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ പാടിയവർ പോയി. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് ആനന്ദത്തോടെ പാടി. എന്നാൽ വന്ന് നിലവിളക്കെ തൊട്ടായിരുന്നോ? അമ്പലത്തിൻ്റെ മതിലിനടുത്തൂടെ എങ്ങാനും പോയായിരുന്നോ? അരവണപ്പായസം അയലൊക്കത്ത് നിന്നവൻ കഴിച്ചായിരുന്നോ? വെല്ലിപ്പനെങ്ങാനും അവിടെയെങ്ങാനും പോയി വല്ല നോക്കിയായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിനെ വെറും ഡിഫൻഡറാക്കി മാറ്റിയിരിക്കുക. ഡിഫൻഡിങ് റോളാ. സ്കോർ ചെയ്തുകൊണ്ടിരുന്നയാളാ ക്രിസ്തു. ഇപ്പം വെറും ഡിഫൻഡറാണ്. ഒരിക്കലും സ്കോർ ചെയ്യാൻ ഏൽപ്പിക്കില്ല. മുൻനിരയിലേക്ക് ക്രിസ്തുവിനെ മാറ്റി നിർത്തി. എന്നിട്ട് എങ്ങനെയൊക്കെ പിശാച് വരും, താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേഖല, അവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം, എന്തെല്ലാം കാര്യങ്ങളാണ് സാധാരണ വിശ്വാസികളിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വചനപ്രബോധനം, പ്രഘോഷണത്തെ റീപ്ലേസ് ചെയ്തതിൻ്റെ ദുരന്തമല്ലേ ഒന്ന്. രണ്ടാമത്, ഈ വചനപ്രഘോഷണം എന്ന് പറയുമ്പോൾ സുവിശേഷവൽക്കരണം എന്ന്, വചനതർക്കം എന്ന് വേണമെങ്കിൽ കൃത്യമായ വാക്ക് വചനതർക്കമെന്നാണ്. 12-ാം വയസ്സിൽ അവനെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ അന്വേഷിച്ചു പോയി. കണ്ടത് എവിടെയാണ്? ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവനെ കണ്ടെത്തി. അവൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ സിനഗോഗുകൾ സന്ദർശിക്കുകയും കൃത്യമായും ഫരിസേയരോടും നിയമജ്ഞരോടും തർക്കങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന കർത്താവിനെയല്ലേ നമ്മൾ കാണുന്നത്. ദൈവത്തെ യഹോവ എന്ന് വിളിക്കില്ല, പകരം അധോനായി എന്ന് വിളിക്കും. യഹോവ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് യഹൂദരോട് പറഞ്ഞു, അവൻ നിങ്ങളുടെ അപ്പനാണ്, നിങ്ങളുടെ പിതാവാണ്. അവനെ എറിയാൻ കല്ലെടുത്തു. ദൈവസങ്കല്പത്തിലെ തെറ്റായ കാര്യങ്ങളെ മാറ്റി എഴുതുവാൻ കർത്താവ് തയ്യാറായി. കർത്താവിനെ അനുകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം വേദതർക്കങ്ങളിൽ ഏർപ്പെട്ടു. നമ്മൾ സുവിശേഷ പ്രബോധനം നടത്തുകയാണ്. സഭയ്ക്കകത്ത് കൊടുക്കേണ്ടതെന്ത്, പുറത്ത് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പാരമ്പര്യ സഭകൾ ചെയ്യേണ്ടതെന്ത്, മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകൾ ചെയ്യേണ്ടതെന്തെന്നുള്ള വിവേചനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപകടകരമായൊരവസ്ഥ. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ്. പ്രവൃത്തിയുടെ കുറവാണോ, പ്രാർത്ഥനയുടെ കുറവാണോ എന്ന്. കൃത്യമായും സാക്ഷ്യം. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിച്ചില്ലേ, ഇന്നയിടത്ത് സുവിശേഷം ചെയ്തില്ലേ, ഞാൻ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. സാക്ഷ്യത്തിനാണ് ഒന്നാം സ്ഥാനം. സാക്ഷ്യത്തിൽ അധിഷ്ഠിതമായ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും പ്രവൃത്തികളുമാണ് വേണ്ടത്. പ്രവൃത്തികളും പ്രാർത്ഥനകളും അതിൽ തന്നെ സ്വർഗരാജ്യം നൽകുകയില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത. ലക്ഷ്യവും മാർഗവും ഒന്നായിരിക്കണം. മറ്റു മതങ്ങളിൽ അങ്ങനെയല്ല. മാർഗം, ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കും. ക്രിസ്ത്യാനിറ്റിയിൽ അതില്ല. ക്രിസ്ത്യാനിറ്റി അതിൻ്റെ അനന്യത നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതിൻ്റെ സവിശേഷത നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതിൻ്റെ ദുരന്തമല്ലേ. മറ്റൊരു മതം പോലെ മതം, ദൈവത്തെ ആരാധിക്കുന്ന, യാചനകൾ അർപ്പിക്കുന്ന ഒരു മതമായി ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് എത്തിച്ചു. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ നടന്ന വഴിതെറ്റലാണിത്. ഇത് തിരുത്തിയേ മതിയാകൂ. ഇത് തിരുത്താതെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്നാം സ്ഥാനം സാക്ഷ്യത്തിനാണ്. ക്രിസ്തു രൂപീകരണത്തിനാകണം. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നാണ് പ്രാർത്ഥനയിലേക്ക് വരേണ്ടത്. ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൻ്റെ, അടുപ്പത്തിൻ്റെ ആഴം പ്രകടനമാണ് പ്രയർ ലൈഫ്. ഇത് നേരെ തിരിച്ചാണ്. കുറേ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്യ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നല്ലതാണ്. കണ്ടെത്തിയ വ്യക്തികൾക്ക് ആദ്യം വ്യക്തിപരമായ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകണം. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പഴയ തലമുറയ്ക്ക് അതുണ്ടായിരുന്നു. ശക്തമായ അധ്വാനവും ദൈവാശ്രയ ബോധവും അവർക്കുണ്ടായിരുന്നു. അവർ താമസിക്കുന്ന ഇടങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല. അവിടുത്തെ ഉത്സവങ്ങളെ മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നില്ല. ഭക്ഷണങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല. ഇത് തൊടുന്നിടത്ത് മുഴുവൻ പേടിയാണ്. പറഞ്ഞ്
അപ്പോൾ കൃത്യമായും തിരുവചനത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആഥൻസ് നിവാസികളെ, എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയപ്പോൾ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവനെന്ന ബോർഡ് ഞാൻ കണ്ടു, ഒരു ബലിപീഠവും കണ്ടു. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കവികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഏഥൻസിലെ സുവിശേഷം പ്രസംഗിക്കുന്നത്? വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നു. സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ വേദതർക്കം നിലച്ചുപോയി. സാക്ഷ്യവും വേദതർക്കവുമാണ് നമ്മൾ ചെയ്യേണ്ടത്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, ഏകത്വത്തിൻ്റെ പേരിലുള്ള ഭീകരതയില്ല, പ്രവാചക നിന്ദയുടെ ഭീകരതയില്ല, മതനിന്ദയുടെ ഭീകരതയില്ല എന്ന് വേദതർക്കം ഉന്നയിക്കേണ്ടതിന് പകരം മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. മനുഷ്യ സൗഹാർദ്ദ സമ്മേളനങ്ങളാണ് ആവശ്യം. മതങ്ങളാണ് മനുഷ്യനെ, ഏതെങ്കിലും മതമായാൽ പോരെ, കൃത്യമായ മതം വേണം. അത് ദൈവം സ്നേഹമാണെന്നുള്ള മതം. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, മതരാഷ്ട്രമില്ല, പ്രവാചക നിന്നയില്ല, മതനിന്നയില്ല. ഇത് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. മതനിന്നയുള്ള മതത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. മതനിന്നയെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ മതനിന്നയുണ്ടോ, പ്രവാചക നിന്നയുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മുസ്ലിം മത നേതാക്കളുമായി സംവാദം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? RSSൻ്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കളുമായി ദൈവിക വിഷയങ്ങളിൽ, ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതല്ലേ അപ്പോസ്തലന്മാരും ക്രിസ്തുവും ചെയ്തത്? വേദതർക്കം നിലച്ചുപോയി, പകരം മതസൗഹാർദ്ദം കൊണ്ടുവന്നു. മറുപടി പറയല്ലേ എന്ന് പറയും, കുറ്റം പറയല്ലേ എന്ന് പറയും. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞതുപോലെ കപടതയാണിത്, വ്യാജമാണിത്. വീണ്ടും ഇതാണ് ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിൻ്റെ വചനം കേട്ടു. വേദതർക്കം നിലച്ചുപോയി. വീണ്ടും ഇതാ ഒരിക്കൽ കൂടി പറയാം, അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി. രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച് എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും തുടങ്ങി വെച്ച സുവിശേഷ പ്രഘോഷണം, വേദതർക്കം നമ്മൾ നിർത്തിക്കളഞ്ഞു. പാവപ്പെട്ടവരുടെയും ദരിദ്രർക്കും ആവശ്യം സ്കൂളും കോളേജും തന്നെയാണ്. എന്നാൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ, മറ്റു മതത്തിൻ്റെ വക്താക്കൾ, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് അവകാശപ്പെടുന്ന ഹൈന്ദവ നേതാക്കളോട്, മുസ്ലിം നേതാക്കളോട് നമുക്ക് കൃത്യമായി വേദതർക്കത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് ജാതിയുണ്ടോ, മതമുണ്ടോ എന്ന് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? മാനവസേവ, മാധവസേവയെന്ന് നിങ്ങൾ പറയുന്നു. എവിടെയാണ്, ആരിലാണ് അതിൻ്റെ മാതൃകയുള്ളത്? അതിൻ്റെ ആളത്വം ആരിലുണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അഹിംസ എന്ന് പറയുന്നുണ്ട്. ഈ അഹിംസയുടെ ആളത്വം എവിടെയും നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ഭാരതത്തിൽ കാണപ്പെടുന്ന അവ്യക്തമായ ആളത്വമില്ലാത്ത ആശയങ്ങൾ, അതിനെ നമുക്ക് പഴയ നിയമത്തോട് ഉപമിക്കാം. ക്രിസ്തു പറഞ്ഞു, നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. അപ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ പറ്റണ്ടേ, മാനവസേവ, മാധവസേവ എന്നതും അഹിംസയുടെയും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുതിയതൊന്നും ഞങ്ങൾ പഠിപ്പിക്കാൻ വന്നതല്ല. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ പറ്റും. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ദൈവത്തിന് ജാതിയുണ്ട്, മതമുണ്ട്, മതരാഷ്ട്ര സങ്കല്പമുണ്ട്, പ്രവാചക നിന്നയുണ്ട് എന്ന് പറയുന്ന അസത്യത്തിൽ നിന്ന് ദൈവത്തിന് ഇതൊന്നുമില്ല എന്നുള്ള സത്യത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ നയിക്കും. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്,
ആ നയിച്ചവനതിൻ്റെ ആളത്വമാണ് ക്രിസ്തു എന്ന് പറയേണ്ടതിന് പകരം വിഭാഗീയത സൃഷ്ടിക്കുന്ന വെറുപ്പിൻ്റെ പൊതുബോധവും വിശദീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തതിൻ്റെ ദുരന്തം. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസങ്ങളും വേണ്ട എന്നോ ആഹ്വാനങ്ങൾ തെറ്റാണോ എന്നല്ല പറഞ്ഞത്, മറിച്ച് പ്രാർത്ഥനയുടെ കുറവല്ല എന്നുള്ളതാണ്. ഇനി പ്രാർത്ഥനയാണെങ്കിൽ തന്നെ നോക്കിക്കോളൂ, യൂദത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ചാക്കുടുത്ത് ചാരം പൂശുന്നതല്ലേ? എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനകളെ കാണിച്ചിരിക്കുന്നത്? കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ യോഗ്യതയാലല്ല, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൻ്റെ യോഗ്യതയാൽ. ബാറൂക്ക് പ്രാർത്ഥിക്കുന്നു, ദാനിയേൽ പ്രാർത്ഥിക്കുന്നു, തോബിത്ത് പ്രാർത്ഥിക്കുന്നു, അപ്പസ്തോല പ്രവൃത്തികളിൽ പ്രാർത്ഥിക്കുന്നു, സുവിശേഷം തടയപ്പെട്ടിരിക്കുന്നു, സഹായിക്കണമേ. സാക്ഷി സമൂഹത്തെ പീഡിപ്പിച്ചപ്പോഴാണ് വചനം വളർന്നത്. സാക്ഷ്യമല്ലാത്ത സമൂഹത്തെ പീഡിപ്പിച്ച ഒരിടത്തും ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടില്ല. അതുകൊണ്ട് പീഡനങ്ങളിൽ ക്രിസ്ത്യാനിറ്റി വളരുമെന്ന് പറയുമ്പോൾ സാക്ഷ്യ സമൂഹത്തിലാണെന്ന് കൂടി ചേർത്ത് വെക്കണം. പീഡനങ്ങൾ ചുമ്മാ വളരുകയില്ല. കാട്ടുകഴുതയ്ക്കൊത്തൊരു ജനതയെ, സാക്ഷ്യമില്ലാത്ത തൻ്റെ ജനതയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഉയർത്തുമെന്ന് വചനം പറയുന്നുണ്ട്. തൻ്റെ കൃപാപാത്രങ്ങളിൽ താൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി ഫറോവയെ ഉയർത്തിയെന്ന് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശദീകരണത്തിന് വേണ്ടിയാണോ, അതോ നമ്മൾ വേദതർക്കം സുവിശേഷ പ്രഘോഷണം നടത്താത്തത് കൊണ്ടാണോ, എന്തിനു വേണ്ടി എന്ന് ചോദിക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ? എല്ലാ പീഡനങ്ങളും ഒരു ക്രിസ്തുവിശ്വാസി സംബന്ധിച്ച് യാതൊന്നും യാദൃശ്ചികമല്ല, ഒന്നും അർത്ഥശൂന്യവുമല്ല, എല്ലാത്തിനും അർത്ഥമുണ്ട്. എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാലല്ലേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവേ, ഞങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, നീ എന്താണ് ഇതിലൂടെ ഞങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്നുള്ള ദൈവാലോചനയുടെ നാളുകൾ, സ്വയം വിശദീകരണത്തിൻ്റെ നാളുകൾ, നിങ്ങളെ തന്നെ വിശദീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. ഒപ്പം കൽപ്പന പാലിക്കണം. സഭ പഠിപ്പിക്കുന്നില്ലേ? സഭ സ്വമേധയാ പ്രേക്ഷിതയാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കുറവ് കാരുണ്യ പ്രവർത്തനത്തിൻ്റെതല്ല, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കുറവ്, സാക്ഷ്യത്തിൻ്റെ കുറവ്, ഇവ രണ്ടും പരിഹരിക്കാതെ മറ്റു മാത്രമായാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ള കൊച്ചു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ.